ആദ്യത്തെ ചോദ്യം തന്നെ എന്താണെന്ന് അറിയാം. എല്ലാരും ഞാൻ ഇങ്ങനെ പറഞ്ഞു ഡോക്ടറെ അടുത്ത് വരുന്നു പറഞ്ഞു. അവർക്ക് ഇതിനൊക്കെ എവിടുന്ന് നേരുന്ന എല്ലാത്തിനും സമയമുണ്ട്. എങ്ങനെയാ രാവിലെ എപ്പം തുടങ്ങും? യൂഷ്വലി ഞാനൊരു 5 മണി 5 AM ആണ്. 5 മണിക്ക് എണീക്കും. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെതായ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പിന്നെ മെയിൻലി ഇപ്പോൾ ചൂടുള്ള സീസൺ ആണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കും. അതിനുശേഷം ഒരു ആഴ്ച 4 ദിവസം എൻ്റെതായ ഒരു എക്സസൈസ് ഉണ്ട്. ഞാൻ ഷട്ടിൽ കളിക്കും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്കും പോകും. 6:30 to 7:30 തിരിച്ചു വരും. അത്യാവശ്യം പിന്നെ ബാക്കി പച്ചക്കറികളുടെ ഇടയ്ക്കൊക്കെ ഒന്നുകൂടെ നടന്ന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒരു 10-10:30 ഞാൻ ക്ലിനിക്കിൽ പോയിരിക്കും. ഡോക്ടർ എങ്ങനെയാ അത് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തത്? വന്ന ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തോ അതോ ഇപ്പൊ പിള്ളേരൊക്കെ പോയതിനു ശേഷം എനിക്ക് ഒത്തിരി ഫ്രീ ടൈമായി. അപ്പൊ ആ ഫ്രീ ടൈമില് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കൺട്രോളിൽ നിൽക്കണം. എനിക്ക് വീട്ടിൽ നിന്ന് വിട്ടു മാറി നിൽക്കാനും പറ്റൂല. കാരണം അന്ന് അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ബെഡ്രിഡൻ ആയിരുന്നു. അപ്പം ഹോം നഴ്സുമാരും അമ്മച്ചിയും എല്ലാവരും കൂടെ ഒരു യെസ്. അപ്പൊ എനിക്ക് വീട് വിട്ട് വെളിയിൽ പോകാനും പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതെല്ലാം അങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആദ്യമേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കോഴിയാണ്. പക്ഷെ കോഴി എനിക്കൊരു വലിയ ഇഷ്യൂ തന്നെ ഉണ്ടാക്കി. കാരണം ഞാൻ കോഴിയെ അയൽവക്കാർ ആരും പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം അവർക്ക് നമ്മളോട് നല്ല ഇതില്ല. പക്ഷെ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി. കാരണം ഈ കോഴിയുടെ കാഷ്ടം അതെവിടെ കൊണ്ടുപോയി നമ്മൾ കളയുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ ഇത് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് എടുത്തിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിടും. പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ അത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ കുറേ കസിൻസ് ഉണ്ട് ഇവിടെ. അപ്പം അറിയായിരിക്കും, ലിസി ജേക്കബ് IAS ചീഫ് സെക്രട്ടറി ആയിരുന്നു. അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോള. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് കണ്ടു. അന്നേരം ഇങ്ങനെ ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ കണ്ട് കുറെ വർഷങ്ങൾ മുമ്പാണ് കണ്ടെല്ലാം പോയപ്പോൾ പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില് ഈ ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. അപ്പൊ ഈ പശുവിൽ നിന്ന് വരുന്ന ചാണകം ഉണ്ടല്ലോ, ചാണകവും മൂത്രവും കൂടെ മിക്സ് ചെയ്ത് കഴുകിയിട്ട് വലിയൊരു ടാങ്കിലേക്കാണ് വിടുന്നത്. അവിടുന്ന് ഇത് ഗ്യാസ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ എനിക്ക് തോന്നി ഈ ബയോഗ്യാസ് പ്ലാന്റിനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ എന്താ കുഴപ്പം? കോഴിക്കാട്ട് ഇപ്പൊ ചാണകത്തിന് പകരമായിട്ട് കോഴിക്കാഷ്ടം. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തു തരാൻ ഇവിടെ ബയോഗ്യാസ് പ്ലാന്റിന്റെ അവിടെ ഞാൻ ചെന്നു. അപ്പൊ അവര് പറയണ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഇതിനകത്തുള്ള ഡ്രോബാക്സ് എന്താണെന്നെല്ലാം ചോദിച്ചു. അപ്പൊ അവര് എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഡെഫിനറ്റ്ലി അവരുടേതായ കൺസേണില്. പക്ഷെ ഞാൻ പറഞ്ഞു എന്താണേലും ഈ ചാണകത്തിൽ ഇത് വർക്കൗട്ട് ആവുമല്ലോ, അപ്പൊ തീർച്ചയായിട്ടും ഇത് കോഴിക്കാഷ്ട. അപ്പൊ എന്റെ ഓൺ റിസ്കില് ഞങ്ങൾ ഇതിവിടെ സ്ഥാപിച്ചു ബയോഗ്യാസ് പ്ലാന്റ്. അങ്ങനെ ആ പ്രോബ്ലം കംപ്ലീറ്റ് യെസ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്.